ക്വീൻസ് ഗ്രൂപ്പിന്റെ 2 ഡയറക്ടർമാരെ കാണിക്കുകയാണ്. ഇതിനു മുമ്പും നമ്മൾ ഈ ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരാകട്ടെ മറ്റൊരു ബയോടെക്നോളജി കമ്പനിയിലേക്കൊക്കെ പെട്ടെന്ന് പണം എടുക്കുവാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഷെയർസ് ഒക്കെ നൽകിയിട്ട് അതിലെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയതായിരുന്നു. പക്ഷെ ആ ഒരു കമ്പനിയൊക്കെ ഫേക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കും അവരുടെ ഷെയർസ് ഒക്കെ നഷ്ടപ്പെടുമെന്നൊരു തോന്നലൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇവരിപ്പോൾ കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ ക്വീൻസ് ഗ്രൂപ്പിന്റെ ഷെയർ ആണ്. ഇതും ഓൺചെങ്ങിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ആ 2 ഡയറക്ടേഴ്സിനെ കൊണ്ടും ഈ പദ്ധതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഡയറക്ടർ ജോയ് ആയിരുന്നു. ഇയാൾ തന്നെയാണ് മുത്തശ്ശനെ അഴിമതി കേസിലൊക്കെ പെടുത്തുവാനായിട്ടും സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾക്ക് ഒൻസിംഗ് ഒരുപാട് പണമൊക്കെ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു രാജ്യത്തൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ടാണ് താൻ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഗ്രേസ് കോട്ട് എടുത്തും പറയുന്നു. ഹെയിന്റെ റൂമൊക്കെ വൃത്തിയാക്കുവാനെത്തിയ ജോലിക്കാരെയും ഇപ്പോൾ ഹെയിന്റെ റൂമിലുള്ള സകല വേസ്റ്റുകളും കളക്ട് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഗ്രേസ്കോയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രേസ്കോയും അതിന്റെ ഫോട്ടോ ഒക്കെ ഉൺസിങ്ങിന് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉൺസിങ് അത് കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിനു മുമ്പ് ഹെയിന്റെ ബാഗിൽ മരുന്നുള്ളതും അതുപോലെ തന്നെ അവൾക്ക് എന്തോ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ടെന്നുള്ള കാര്യം ഉൺസിങ് ഉറപ്പിക്കുന്നു. ഹ്യുൻവുവും ഒരു കടയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ ചെന്ന് കാണിക്കുകയാണ്. ആ സ്റ്റാഫിന്റെ അമ്മയുടെ ഒരു കേസൊക്കെ വന്നപ്പോഴത്തേക്കും ഹ്യുൻവോ ആയിരുന്നു വാദിച്ച് ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശന്റെ കേസുമായി ബന്ധപ്പെട്ട് സോങ്ങും ഡയറക്ടർ ജോയും കൂടി ചേർന്നിട്ടാണ് അഴിമതികളൊക്കെ നടത്തിയതെന്ന് നേരത്തെ തന്നെ ഹ്യുൻവോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അവർ രണ്ടുപേരും നിൽക്കുന്ന ചിത്രത്തിന്റെ കൂടെ ഒരാളുടെ കൈയും കൂടി അവന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കയ്യില് ഒരു വാച്ചുമുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി ആരാണെന്ന് അവന് ആ ഫോട്ടോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വ്യക്തി ആയിരിക്കാം യഥാർത്ഥത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കാരണക്കാരെന്നൊക്കെ ഹ്യുൻവോ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ സ്റ്റാഫിനെ ചെന്ന് കണ്ട് ആ വാച്ചിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ വാച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു വാച്ച് ആണെന്നും ആകെ 10 പേർക്ക് മാത്രമേ ഇതേ വാച്ച് ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ അവരും പറയുകയാണ്. എന്തായാലും ആ 10 പേരുടെ ലിസ്റ്റ് തന്റെ ഒപ്പം ഉണ്ട് എന്നും എങ്ങനെയെങ്കിലും അതൊക്കെ ഒപ്പിച്ച് തരാമെന്നും അവന് വാക്ക് നൽകുന്നു. ഒരു വലിയ റൈഡറാണ് സൂചോളിനെ സൈക്കിളൊക്കെ ഓടിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നത്. അമ്മയും അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും സൂചോളും വീഴുകയാണ്. സൂചോളിന് പരിക്ക് പറ്റിയതൊക്കെ കണ്ടില്ലേ, അവനെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കുവാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയും സൂചോളിന്റെ വൈഫിനെയും ആ ഒരു റൈഡറിനെയൊക്കെ വഴക്ക് പറയുകയാണ്. എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരു സൈക്കിൾ പോലും ഓടിക്കുവാനായിട്ട് അമ്മ എന്നെ സമ്മതിക്കാതിരുന്നത്. പക്ഷെ ഇനി അത് നടക്കുകയില്ല. എനിക്കൊരു കുഞ്ഞൊക്കെ ഉള്ളതാണ്. എല്ലാവരും അവരുടെ മക്കളെയൊക്കെ സൈക്കിൾ ഓടിക്കുവാനൊക്കെ പഠിപ്പിക്കുന്നതാണ്. എനിക്കും എന്റെ മകൻ കുറച്ചുകൂടി വലുതാകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാനും ഇതെല്ലാം തന്നെ പഠിച്ചെടുക്കണമെന്നാണ് അവൻ പറയുന്നത്. അവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവനെ ചതിക്കുക ആയതുകൊണ്ട് തന്നെ ഡാഹായ്ക്കും അതൊക്കെ കേട്ടിട്ട് വിഷമം തോന്നുന്നു. ഡാഹായിനെ വിദേശത്തുള്ള ഒരാൾ കോൾ ചെയ്തതിന് ശേഷം അവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ വിൽക്കുവാനായിട്ടുണ്ടെന്ന് അറിയിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ അതിന്റെ കരാറൊക്കെ ഒപ്പുവെക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അവളും 2 ആഴ്ചക്കുള്ളിൽ തന്നെ അവിടെ എത്തുന്നതായിരിക്കുമെന്ന് അയാളോട് പറയുന്നു. ഹെയ്നും ഹ്യുനുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിലായതുകൊണ്ട് തന്നെ ഹ്യുൻവോ റൂഫ് ടോപ്പിലൊക്കെ ഇരുന്നു കൊണ്ട് യോൺസുക്ക് എന്ന പേരുള്ള ഒരു പെണ്ണിനെ വിളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവളും പറയുകയാണ്. അവളുടെ പേര് വിളിച്ചതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി വാ എന്നൊക്കെ ആയിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സെക്രട്ടറിനോ പറയുമ്പോഴത്തേക്കും അതൊക്കെ വിട്ട് കളഞ്ഞേക്ക്, അവൻ ആരെയാണ് വിളിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് അവളും പറയുകയാണ്. ഹെയ്ന്റെ അച്ഛന് നേരത്തെ ഹ്യുനുവിനെ ഫോളോ ചെയ്യുവാനായിട്ട് അയച്ചിട്ടുണ്ടായിരുന്ന 2 പേരെ വിളിച്ചു വരുത്തിയിട്ട് ഹ്യുനുവിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരമൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുന്നു. പതിവില്ലാതെ ഹ്യുനുവ് പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരും റിപ്പോർട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. കോയിൻ ബേസ്ബോളിലൊക്കെ പോയിട്ട് അവൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് അവരും പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ ആരുടെ ഒപ്പമാണ് പോകുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും അവൻ തനിച്ചാണ് പോകുന്നതെന്ന് അവരും മറുപടി നൽകുന്നു. ഇനി അടുത്തതായിട്ട് പോകുന്ന സ്ഥലമൊക്കെ നോക്കുമ്പോഴത്തേക്കും അതാകട്ടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഫുഡൊക്കെ കൊടുക്കുന്ന കടയായിരുന്നു. അവൻ എല്ലാ ദിവസവും അവിടെ പോയാണ് ഫുഡ് കഴിക്കുന്നതെന്നൊക്കെ അവർ വലിയ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും അവിടെ അവൻ ആരുടെ ഒപ്പമാണ് പോകുന്നതെന്ന് കൂടി അച്ഛൻ ചോദിക്കുന്നു. പക്ഷെ അവിടെയും അവൻ ഒറ്റയ്ക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എന്തായിരുന്നു അവൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും അവനും സ്ഥിരമായിട്ട് ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഹ്യുനു അതിലെ ഓടുകയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് കൂടി അവർ പറയുമ്പോഴത്തേക്കും അവൻ ആരുടെ ഒപ്പമാണ് പോയതെന്ന് അച്ഛൻ വീണ്ടും ചോദിക്കുന്നു. പക്ഷെ അപ്പോഴും അവൻ ഒറ്റയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ കയ്യിലാകട്ടെ അവൻ ഗ്രൗണ്ടിലൂടെ ഓടുന്നതും പാട്ടും പാടിക്കൊണ്ട് വഴിയിലൂടെ നടന്നു വരുന്നതിന്റെയും എല്ലാം തന്നെ ദൃശ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അച്ഛനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവന് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ കണ്ടിട്ട് ഇതിൽ സംശയിക്കുവാൻ മാത്രം ഒന്നും തന്നെ ഇല്ലല്ലോ എന്നാണ് അച്ഛൻ ചോദിക്കുന്നതും. നിങ്ങൾക്കൊന്നും ശരിക്കും അന്വേഷിക്കുവാൻ അറിയത്തില്ലാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞ് അച്ഛനും അവരെ കുറ്റം പറയുന്നു. ഹ്യുനു സ്ഥിരമായിട്ട് ഒരു പൂച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് അതിനോട് സംസാരിക്കാറുമുണ്ടെന്ന് അവർ പറയുന്നു. അടുത്തതായിട്ട് ഒരു ഹാക്കറിനെ വെച്ച് ഹ്യുനുവിന്റെ ഫോണൊക്കെ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതിലും ആ ഒരു പൂച്ചയുടെ പടവും ഹെയിന്റെ ചിത്രങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
ഹെയിന്റെ ചിത്രമൊക്കെ ഇത്രയ്ക്ക് ഭംഗിക്ക് എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവന് ഹെയിനോട് അത്രയ്ക്ക് പ്രണയം ഉണ്ടായിരിക്കുമെന്ന് അവരും പറയുന്നു. അവന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ സഹിതം അച്ഛൻ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴത്തേക്കും ഹെയിനാകട്ടെ ഒരുപാട് തവണയായിട്ട് അവനെ ആളുകളൊക്കെ ഫോളോ ചെയ്ത് നടക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ അവനും എങ്ങനെ മാന്യനായിട്ട് നടക്കണമെന്ന് നന്നായി തന്നെ അറിയാം. ഒരു കാര്യം ചെയ്യ, ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ വരട്ടെ. റിപ്പോർട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടുന്നതായിരിക്കുമെന്നാണ് ഹെയിൻ പറയുന്നത്. പക്ഷേ റിപ്പോർട്ടൊക്കെ ആയിട്ട് സെക്രട്ടറിനായി എത്തി കഴിയുമ്പോഴത്തേക്കും അതിലും സംശയിക്കാൻ മാത്രം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവനും ഒരു രീതിയിലും തിരിമറിയൊന്നും നടത്തിയിട്ടുമുണ്ടായിരുന്നില്ല. പക്ഷേ കാറൊക്കെ വാഷ് ചെയ്യുന്നിടത്ത് അവൻ സ്ഥിരമായിട്ട് പോകാറുണ്ടെന്നും അവിടെ ഒരുപാട് തുകയൊക്കെ ചെലവാക്കിയിട്ടുണ്ടെന്നും സെക്രട്ടറിനെ അറിയിക്കുന്നു. ഹ്യുനു വലിയൊരു തുകയ്ക്ക് ഇന്ന് കുറെ ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സെക്രട്ടറിനെ പറയുമ്പോഴത്തേക്കും ആ ഒരു ഷോപ്പൊക്കെ അന്വേഷിച്ച് ഹെയ്നും പോക്കുകയാണ്. ആ ഫ്ലവേഴ്സ് എല്ലാം തന്നെ ഒരു അഡ്രസ് ഒക്കെ നൽകിയിട്ട് അവിടെയുള്ള മിഞ്ചിക്ക് ഡെലിവറി ചെയ്യുവാനായിട്ടായിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവന്റെ അക്കൗണ്ടിൽ നിന്നും തന്നെ വലിയൊരു തുകയൊക്കെ അവൻ എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾക്ക് നൽകുവാനായിട്ടായിരിക്കുമെന്ന് പറഞ്ഞ് അവളെ അന്വേഷിച്ചു പോകുകയാണ് ഹെയ്നും. പക്ഷെ ഹെയ്നും സ്ഥലത്തേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് അടക്കം നടക്കുന്ന ഒരു സ്ഥലമാണ് അതേന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നത്. മിൻഷി എന്ന് പറയുന്നത് നേരത്തെ അവളുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അമ്മയുടെ ഓപ്പറേഷനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടി ബാത്റൂമിൽ നിന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതേ പെൺകുട്ടിയാണ് ഇത്. അവളുടെ അമ്മ മരിച്ചു പോയിരിക്കുന്നു. ഹ്യുൻവുവും അവിടേക്ക് വേണ്ടി ആയിരുന്നു ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചിട്ടും ഉണ്ടായിരുന്നത്. കമ്പനി നേരത്തെ തന്നെ ഫ്ലവേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ കുറെ പണവും നൽകി. എന്തായാലും ഹെയ്ൻ നേരിട്ട് ഇവിടെ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ കരയുമ്പോഴത്തേക്കും ഹെയ്നും അവളെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഹെയ്നും ഇപ്പോൾ ഉള്ള ആ ഒരു റൂമൊക്കെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ആ റൂം അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ സെക്രട്ടറിനായും സാധാരണ അടക്കിനൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള മക്കളും സ്വത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്നതൊക്കെയാണ് കാണാറുള്ളത്. പക്ഷെ ഇവിടെ ആകട്ടെ മക്കൾ പരസ്പരം കരയിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷമൊക്കെ തോന്നുന്നു എന്നായിരുന്നു ഞാൻ പറയുന്നതും. അവിടെ വെച്ച് ഹുനുവിനെ കാണുന്ന ഹെയ്നും, നീ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിലൊന്നും തന്നെ ഞാൻ വീഴുകയില്ല. എന്റെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ മറക്കുകയില്ല. ഉറപ്പായിട്ടും ഞാൻ നിനക്കെതിരെ പ്രതികാരമൊക്കെ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകുന്നു. ഉൻസിങ്ങിനെ കാണുവാനായിട്ട് ഹെയ്ൻ എത്തിയിരിക്കുകയാണ്. ഹെർസൈനയുടെ ഷോപ്പിലാകട്ടെ 27 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെയും ജോലിക്ക് നിർത്തേണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ ഹെർമാനും തീരുമാനിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ അവളോട് പറയുമ്പോഴത്തേക്കും അവൾക്കും ശരിക്കും ദേഷ്യമൊക്കെ തോന്നുന്നു. അയാൾ എന്റെ എല്ലാ കണ്ടീഷൻസും സമ്മതിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ ഇതിന് പകരമായിട്ട് എന്താണ് ചെയ്തു തരേണ്ടതെന്നൊക്കെ ഹെയ്നും ചോദിക്കുന്നു. ഹ്യുനു നിന്നെ വിട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചതല്ലേ, നീയും അവനെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്. അതാണ് എനിക്ക് വേണ്ടത്. എനിക്കും അവന് പകരമായിട്ടൊക്കെ നിൽക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഹെയിന്റെ അടുത്ത് ഉൺസെങ് പറയുന്നു. പക്ഷെ ഉൺസെങ് അങ്ങനെ സംസാരിച്ചതൊന്നും തന്നെ ഹെയിൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹെയിനും അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും അവൾക്കും ചെറിയൊരു തലകറക്കമൊക്കെ പോലെ തോന്നുകയാണ്. മാത്രമല്ല അവളും ബാഗിൽ മരുന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും മരുന്നുണ്ടായിരുന്നില്ല. ഉൺസെങ്ങും അവൾ അറിയാതെ മരുന്നൊക്കെ എടുത്തിട്ടുമുണ്ടായിരുന്നു. ഉൺസെങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ഹ്യുൻവന്റെ ഫ്രണ്ട് ഇപ്പോൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഉൺസെങ് ആദ്യം ഓർഫനേജിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും അവനെ രണ്ടുപേരെ ദത്തെടുത്തതിന് ശേഷം അവനെ US കൊണ്ടുപോയി. അവിടെ എത്തിയതിനു ശേഷം അവനെ വലിയൊരു സ്കൂളിലൊക്കെ ആയിരുന്നു പഠിപ്പിച്ചിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പേരൻസ് ഒട്ടും തന്നെ പണക്കാരായിരുന്നില്ല. ആ പേരൻസ് ആകട്ടെ മദ്യപിച്ച് വാഹനമൊക്കെ ഓടിച്ചിട്ട് ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ശരിക്കും മദ്യപാനികൾ ആയിരുന്നേ ഇല്ല എന്ന കാര്യം കൂടി ഫ്രണ്ടും ഹ്യുൻമുനെ അറിയിക്കുകയാണ്. അതായത് ഉൺസെങ്ങിന് വേണ്ടി രഹസ്യമായിട്ട് ആരോ ഒരാൾ പണമൊക്കെ നൽകിയത് കൊണ്ടായിരുന്നു ഉൺസെങ്ങിനെ അവർ ദത്തെടുത്ത് വിദേശത്ത് നല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് അവനും ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഹെയിന്റെ തന്നെ വീടിന്റെ മറ്റൊരു ഭാഗത്താണ് ഇപ്പോൾ ഉൺസെങ്ങൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉൺസെങ്ങിനെ കാണുവാനായിട്ട് സ്യോൽഹിയും എത്തുന്നു. സ്യോൽഹിയാണ് ഉൺസെങ്ങിന്റെ അമ്മ. ഉൺസെങ്ങിന്റെ കൂടെയൊക്കെ അമ്മ നിൽക്കുകയായിരുന്നെങ്കിൽ ഉൺസെങ്ങിനെ ഒരിക്കലും ഇത്രയ്ക്ക് നന്നായിട്ട് പഠിപ്പിക്കുവാനോ പണക്കാരനായിട്ട് വളർത്തുവാനോ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ഉൺസെങ്ങിനെ ഉപേക്ഷിച്ച് ഈ ഒരു വീട്ടിലേക്കൊക്കെ, അതായത് ക്യൂൻസ് ഗ്രൂപ്പിലേക്കൊക്കെ അവരും എത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ ഉൺസിങ്ങിന്റെ അടുത്ത് പറയുന്നത്. മുത്തശ്ശനും ചെറിയൊരു കാര്യത്തിൽ പോലും ശ്രദ്ധയൊക്കെ വെച്ചുകൊണ്ട് 5 വർഷം കൊണ്ടായിരുന്നു ഈ ഒരു വീടൊക്കെ പണിതിട്ടുണ്ടായിരുന്നത്. നമ്മളും അധികം വൈകാതെ ഇവരെ എല്ലാവരും വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ട് ഈ ഒരു വീടൊക്കെ സ്വന്തമാക്കുന്നതായിരിക്കുമെന്ന് കൂടി സോൽഹി മകനോട് പറയുന്നു. ഈ ഫാമിലി ആഗ്രഹിച്ച എല്ലാം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. അവരും ഒരുപാട് ഹാപ്പിയാണ്. നമ്മളും ഇനി അവരെ പുറത്താക്കിയതിനു ശേഷം ഈ ഒരു സന്തോഷമൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുമുണ്ടെന്ന് അമ്മയും പറഞ്ഞു കൊടുക്കുന്നു. മുത്തശ്ശന്റെ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാമറ വഴി സൗൽഹിയും ഉൺസെങ്ങും മുത്തശ്ശൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നൊക്കെ കാണുകയാണ്. മുത്തശ്ശനാകട്ടെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുകയായിരുന്നു. അതായത് സൗൽഹി വരുന്നതിന് മുമ്പുള്ള വീഡിയോസ് ഒക്കെ കാണുകയായിരുന്നു. സോൽഹിയും ഇപ്പോൾ അവളുടെ രേഖകളെല്ലാം തന്നെ മുത്തശ്ശനെ ഏൽപ്പിക്കുന്നു. ഒന്നെങ്കിൽ മുത്തശ്ശനോ അല്ല എങ്കിൽ സൂചോളോ ജയിലിൽ പോകുന്നതായിരിക്കുമെന്നൊക്കെ ഞാൻ കേട്ടു. ഒരു കാര്യം ചെയ്യോ,
ആ ഒരു കുറ്റങ്ങളെല്ലാം തന്നെ ചെയ്തത് ഞാനാണെന്ന് വരുത്തി തീർക്ക്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒരിക്കലും റിസ്കിലാകുകയില്ല. നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ ഞാൻ ജയിലിലൊക്കെ പൊയ്ക്കോളാം എന്നൊക്കെ സുൽഹി പറയുമ്പോഴത്തേക്കും എന്റെ മക്കളെ എല്ലാവരും കൂടി കൂടിയാൽ പോലും നിന്റെ അത്ര നല്ലവരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും ഇരിക്കുന്നു. ഹ്യുനു കാറൊക്കെ ഓടിച്ചു വരുമ്പോഴത്തേക്കും ഹെയ്നും ഒരു പൂച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന കാഴ്ച കാണുകയാണ്. ഹെയ്നും ഹ്യുനുവിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും താൻ എപ്പോഴാണ് ഇവിടെ എത്തിയതെന്നോ എങ്ങനെയാണ് എത്തിയതെന്നോ തനിക്ക് അറിയിക്കുകയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ ഈ കുടയൊക്കെ കണ്ടിട്ടാണോ നീ തിരിച്ചറിഞ്ഞത്? ഇത് പണ്ട് നീ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്ന കുടയായിരുന്നു എന്നൊക്കെ ഹെയ്ൻ പറയുകയും, നീ വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. നമ്മൾ ജർമ്മനിയിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും എല്ലാ പ്രശ്നങ്ങളും തീരുന്നതായിരിക്കുമെന്നൊക്കെയാണ് ഹെയ്ൻ പറയുന്നത്. 2 ദിവസം മുമ്പ് ഏനിക്കൊരു കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവളും ഹോസ്പിറ്റലിലായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ട് ജർമ്മനിയിൽ പോയ സമയത്ത് അവൾ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവൾ ആവർത്തിക്കുകയാണ്. അതായത് അവൾ ജർമ്മനിയിൽ പോയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മറന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹ്യുനുവിന്റെ അടുത്ത് സ്നേഹത്തിലേക്ക് അവൾ പെരുമാറുന്നത് കാണുമ്പോഴത്തേക്കും ഹ്യുനുവിനും ആകെ വിഷമം തോന്നുകയാണ്. അതൊക്കെ ഓർത്ത് ഹ്യുനുവ് കരയുമ്പോഴത്തേക്കും ഹെയ്ന് ഹ്യുനുവിനെ സമാധാനിപ്പിച്ചിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അവനോടും പറയുന്നു. അങ്ങനെ ക്വീൻ ഓഫ് ടിയേഴ്സിന്റെ 7ാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു. പണ്ട് ഹെയ്നും ഹ്യുൻവുവും കൂടി ഒന്നിച്ച് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ വർക്ക് ചെയ്ത സമയത്തായിരുന്നു ഈ ഒരു സ്റ്റോറിന്റെ റൂഫ് ടോപ്പിലുള്ള ഗാർഡനിൽ ഒരു റാക്കൂൺ ഒക്കെ ഉണ്ടെന്ന് അവളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിനെ കണ്ടിട്ടുണ്ടെന്നും അതിന്റെ പേര് യോൺസുക്ക് എന്നാണെന്നും അവൾ പറയുന്നു. ആരുമില്ലാത്ത സമയത്ത് മാത്രമേ അത് വെളിയിലേക്ക് വരികയുള്ളൂ എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഞാൻ അതൊന്നും തന്നെ വിശ്വസിക്കുകയില്ല എന്നായിരുന്നു അപ്പോൾ മുതലേ ഒരുപാട് തവണ അവൾ പറഞ്ഞിട്ട് പോലും ഹ്യുൻവുവും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഹെയ്ൻ 4 വർഷം മുമ്പ് അവനെ പറ്റിക്കുവാനായിട്ട് അത് പറഞ്ഞെങ്കിലും അവനത് വിശ്വസിച്ചില്ല എന്നായിരുന്നു ഹെയ്ൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ആ ഒരു റാക്കോണിനെയൊക്കെ കാണുവാനായിട്ട് അവന് സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. അവൻ എന്തൊരു മണ്ടനാ, ഞാൻ എന്ത് പറഞ്ഞാലും അവനങ്ങ് വിശ്വസിക്കുവോ? വെറുതെ അല്ല, വിവാഹത്തിന് ശേഷം ഞാൻ അവനെ സന്തോഷമായിട്ടൊക്കെ നിർത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടും അവൻ അതൊക്കെ വിശ്വസിച്ച് എന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഹെയ്നും ഓർക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.